காட்டுப்பன்றிகளின் அட்டூழியம் தொடர்கதையாகிறது. விவசாயிகள் துயரத்தில் மூழ்கி தவிக்கின்றனர். கடந்த தினம் இரவுதான் கொச்சி காமாட்சி பகுதியைச் சேர்ந்த பென்னி என்பவரின் விவசாய இடத்தில் காட்டுப்பன்றிகள் வந்து ஏக்கர் கணக்கான விவசாய விளைவுகளை சேதப்படுத்தி சென்றுள்ளது. கடந்த 3 வருடமாக இதே நிலை தொடர்வதாக விவசாயி தெரிவிக்கிறார். முன் வருடங்களில் விளைவெடுக்க தயாரான நிலையில்தான் காட்டுப்பன்றிகள் வந்து விவசாய விளைவுகளை சேதப்படுத்துவது. ஆனால் தற்பொழுது விவசாயம் ആരംഭിക്കും போதே இந்த பிரச்சனை உருவாகியுள்ளதாக பென்னி தெரிவித்தது. കഴിഞ്ഞ 3 വർഷമായിട്ട് ഭയങ്കരമായ കാട്ടുപന്നി ശല്യം. ഞാനാണ് 1.5 ഏക്കർ സ്ഥലത്തോളം കപ്പയും അതുപോലെ വാഴയും ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതുകൊണ്ടല്ല ഈ കപ്പ ഇപ്പം 2 മാസത്തിനുള്ളിൽ പറിക്കേണ്ട കപ്പയാണ്. ഒരു 500 കിലോ കപ്പ കിട്ടുന്നതാണ്. ഒരു കിഴങ്ങ് പോലും ഇല്ലാതെ അടിച്ച് അത് തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ഇട്ട കപ്പ, തൈക്കപ്പയാണ്, ഇട്ടിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ, കിളക്കാറായി വരുന്നേ ഉള്ളൂ, അതും നശിപ്പിച്ചു. ഇഞ്ചിയാണെങ്കിൽ 10 കിലോ ഇഞ്ചിയുടെ നടിയിലുണ്ടായിരുന്നതാണ്, അത് മൊത്തം അതും തകർത്തു. ഒരു കാരണവശാലും കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട ഈ കാട്ടുമൃഗങ്ങളെ തുരത്താനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം, ഇതുപോലെ കൃഷി നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നാളെ പ്രതീക്ഷയോടുകൂടി വീണ്ടും ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഇതിന് കൃഷിക്കാർക്ക് നിലവിൽ താഴെയെല്ലാം ഈ പാടശേഖരം മൊത്തം അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യമാണ്. വർഷങ്ങളായിട്ട് കപ്പയും വാഴയും പാവലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അതീവ ദുഃഖത്തിലും സങ്കടത്തിലുമാണ്, ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് സ്വീകരിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. அரசு சம்பந்தப்பட்ட அதிகாரிகள் விவசாயிகளை பாதுகாக்க தேவையான திட்டம் நடைமுறைப்படுத்தவில்லை என்றால் விவசாயிகள் தற்கொலைக்கு விளிம்பில் செல்ல வேண்டிய நிலை உருவாகும் என்றும் அவர் தெரிவித்தார். நியூஸ் பீரோ, முரிக்காட்சியேரி.